18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വിശദമായ പരിശോധന നടത്തിയാൽ കേരളത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലെ സീറ്റ് വെച്ച് മാത്രം വിലയിരുത്തിയപ്പോൾ രാജ്യത്ത് മൊത്തമായി പരിശോധിച്ചാൽ സീറ്റ് ഒരെണ്ണമാണ് വർദ്ധിച്ചതെങ്കിലും ബംഗാളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വോട്ട് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വോട്ടിലേക്ക് അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം അപ്രസക്തമല്ല എന്ന് തെളിയിക്കുന്ന സന്ദർഭങ്ങളാണ്. ഈ വിഷയങ്ങൾ നമ്മൾ പാർലമെന്റ് ഇലക്ഷന്റെ ചരിത്രം പരിശോധിച്ചാൽ CPIM-ന് ഒരു സീറ്റ് പോലും കിട്ടാത്ത തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. 1984 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 3 സീറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കിട്ടിയത്. അതിൽ കോട്ടയത്ത് സുരേഷ് കുറുപ്പ് മാത്രമാണ് CPIM സ്ഥാനാർത്ഥി. മാവേലിക്കര തമ്പാൻ തോമസ് ഉണ്ടായിരുന്നു, LDF ആണ്. വടകരയിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ടായത് LDF ആണ്. പിന്നീട് നടന്ന ഓരോ തെരഞ്ഞെടുപ്പും പരിശോധിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മെജോറിറ്റി ഉണ്ടായിട്ടുള്ള 3 തെരഞ്ഞെടുപ്പ് മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും വലിയ മെജോറിറ്റി ഉണ്ടായ 2004 തെരഞ്ഞെടുപ്പിലാണ്. ആ 2004 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിനൊരു MP പോലും ലോക്സഭയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് BJP വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം രാജ്യത്തെടുത്ത ഏറ്റവും ശക്തമായ ഒരു നിലപാടാണ്. ആ നിമിഷം വരെ ഇന്ത്യയിൽ നിരവധി വേട്ടയാടലുകൾ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വേട്ടയാടി അവസാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ചർച്ച പോലും നടക്കാതെ അടൽ ബിഹാരി വാജ്പേയി വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന ഘട്ടം വന്നപ്പം ഇടതുപക്ഷത്തിൻ്റെ 61 MP-മാർ ഞങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കും എന്ന് പ്രഖ്യാപിച്ചു. അന്ന് BJP അധികാരത്തിൽ നിന്ന് മാറ്റിയത് CPIM-ന്റെ ഉജ്ജ്വലമായ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ടാണ്. അന്ന് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി നിരവധി സ്ഥാനമാനങ്ങൾ CPIM-നും ഇടതുപക്ഷത്തിനും വാഗ്ദാനം ചെയ്തു. ആ സ്ഥാനമാനങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ടും ഇടതുപക്ഷം ചില നിർദ്ദേശങ്ങൾ വെക്കുകയാണ് ചെയ്തത്. ആ ഒന്നാം UPA സർക്കാരിൽ ഇടതുപക്ഷം സ്ഥാനമാനങ്ങൾ നിഷേധിച്ച് വെച്ച നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രസക്തമായി ഇന്ന് രാജ്യത്ത് 35 കോടി ആളുകൾ ജോലി ചെയ്യുന്ന നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി യഥാർത്ഥത്തിൽ ഇടതുപക്ഷം അധികാരം ഉപേക്ഷിച്ച് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി എടുത്ത ഏറ്റവും ശ്രേഷ്ഠമായ നിലപാടിന്റെ ഭാഗമായുള്ളതാണ്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ അറിയാം. 2009 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ഐക്യമുണ്ടാക്കിയില്ല. അത് ആണവ കരാറുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാഷ്ട്രത്തിന്റെ താല്പര്യങ്ങൾക്കെതിരായി കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടാണ്. പിന്നീട് BJP രാജ്യത്തെ ഏറ്റവും വലിയ കക്ഷിയായി മാറിയപ്പം ഇന്ത്യ സഖ്യം, ഇന്ത്യൻ ഡെവലപ്മെന്റ് ഇൻക്ലൂഷൻ അലയൻസ് എന്ന് പറയുന്ന സഖ്യം രാജ്യത്തുണ്ടാക്കിയത് CPIM-ന്റെ നേതൃത്വത്തിലാണ്. ഇന്ന് ഇന്ത്യ സഖ്യം രാജ്യത്ത് വലിയ വിജയമുണ്ടായി എന്ന് ആഘോഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ CPIM-ന്റെ 23ാം പാർട്ടി കോൺഗ്രസ് ആണ്. ഈ അസാധാരണമായ സാഹചര്യത്തിൽ മതനിരപേക്ഷ കക്ഷികൾ യോജിക്കാനും ആ യോജിപ്പിന്റെ ഭാഗമായി ഒരു ഫാസിസ്റ്റ് വിരുദ്ധ കൂട്ടുകെട്ട് രാജ്യത്തുണ്ടാക്കാൻ നേതൃത്വം കൊടുത്തത് CPIM-ആണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ CPIM-ന് വലിയ നഷ്ടമുണ്ടായി. യഥാർത്ഥത്തിൽ കാരണം എന്താ? രാജ്യത്ത് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയാൽ നാളെ തെരഞ്ഞെടുപ്പ് നടന്ന് കേരളത്തിൽ നിന്നൊരു CPIM പ്രവർത്തകൻ വിജയിച്ചാലും ആ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരിക്കും. അതുകൊണ്ട് മേജർ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് വിജയിക്കുന്നതാണ് നല്ലതെന്ന ധാരണയിൽ കേരളത്തിലെ ബഹുജനങ്ങൾ കോൺഗ്രസ് വോട്ട് ചെയ്തു. അതിലപ്പുറം എന്തെങ്കിലും ഉണ്ടോ? 2019 തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പരിശോധിക്കും. 2019 കേരളത്തിലെ ഒരു സീറ്റിലാണ് ഇടതുപക്ഷം ജയിച്ചത്, നേരിയ വോട്ടിലാണ് ജയിച്ചത്. പക്ഷേ 2019 കഴിഞ്ഞ് 2020 941 ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു, 87 മുനിസിപ്പാലിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു, 6 കോർപ്പറേഷനിലേക്കും 152 ബ്ലോക്ക് പഞ്ചായത്തിലേക്കും 14 ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. എന്തായിരുന്നു തെരഞ്ഞെടുപ്പ് റിസൾട്ട്? പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നടന്നിട്ടുള്ള നിയമസഭാ ബൈ ഇലക്ഷനുകളിൽ എന്തായിരുന്നു റിസൾട്ട്? UDF-ന്റെ 3 സീറ്റ് LDF പിടിച്ചെടുത്തു. അതേ വോട്ട് ചെയ്ത ആളുകൾ അവിടെ UDF-ന് വോട്ട് ചെയ്ത അതേ കൈകൾ തന്നെ 4 മാസം കൊണ്ട് അതേ കൈകൾ തന്നെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് UDF-ന്റെ 3 സീറ്റ് നഷ്ടപ്പെടുത്തി. അത് കഴിഞ്ഞ് കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു. ഗ്രാമപഞ്ചായത്തുകൾ 941-ൽ 631 LDF-ആണ്. കേരളത്തിലെ കോർപ്പറേഷൻ 6-ൽ 5 LDF-ആണ്. 53 മുനിസിപ്പാലിറ്റി LDF-ആണ്. അതുപോലെ 152 ബ്ലോക്ക് പഞ്ചായത്തിൽ 102 ബ്ലോക്ക് പഞ്ചായത്ത് LDF-ആണ്. ഇങ്ങനെ പരിശോധിച്ചാൽ എന്താണ് കേരളത്തിലെ ഈ വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്? കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും
കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ പ്രചരിക്കുന്നത് പോലെ എന്താണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് അടുത്തിറങ്ങി യാതൊരു കോട്ടം ഉണ്ടായിട്ടില്ല. ആ നിലയിൽ തിരിച്ചു വന്നു. അതിനുശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മാധ്യമങ്ങൾ എന്താ പ്രചരിപ്പിച്ചത്? ഈ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ പിണറായി നടന്നു പോകുന്ന ഒരു ചിത്രം പിറകുന്നെടുത്തിട്ട് രാഷ്ട്രീയ കാലയവനിയിലേക്ക് എന്ന് അടിക്കുറിപ്പ് എഴുതിയ പത്രമുണ്ട് കേരളത്തിൽ. 2021 തദ്ദേശ സ്ഥാപന നിയമസഭയിലേക്ക് ഇലക്ഷൻ നടന്നപ്പോൾ ആ ഇലക്ഷനിൽ ഇടതുപക്ഷം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ എന്ന് വിധി എഴുതിയവർക്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി തുടർ ഭരണമുണ്ടായി എന്ന് മാത്രമല്ല 99 സീറ്റുകൾ ഇടതുപക്ഷത്തിന് ആർജിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളുടെ സർവേയും അതിജീവിച്ചുകൊണ്ടായിരുന്നു. വീണ്ടും പാർലമെന്റ് ഇലക്ഷൻ നടന്നു. പാർലമെന്റ് ഇലക്ഷനകത്ത് ഇടതുപക്ഷത്തെ പരാജയമുണ്ടായി. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഈ തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ടിനെ എങ്ങനെ വിലയിരുത്തുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് പ്രസക്തിയുണ്ടെന്നും വർഗീയതയെ തടയാൻ കോൺഗ്രസിന് സാധിക്കുമെന്നുമുള്ള ജനങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനും രാജ്യത്ത് BJPക്കെതിരായ ഒരു ബദലിന് സാധ്യതയുണ്ട് എന്നുള്ള ഒരു സഖ്യം രൂപപ്പെടുത്താനും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായക പങ്ക് വഹിച്ച CPM ആണ്. കോൺഗ്രസ് ദുർബലമായിരുന്നു, ചിതറിപ്പോയതാണ്. അതിന്റെ നേതാക്കൾ മുഴുവൻ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയതാണ്. BJPയിലേക്ക് പോയി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇല്ലാതാവുന്ന അവസ്ഥയുണ്ടായതാണ്. ആ സന്ദർഭത്തിൽ ഇന്ത്യയിലെ മതനിരപക്ഷ കക്ഷികളുടെ ഒരു വിശാലമായ യോജിപ്പുണ്ടാക്കാൻ രാജ്യത്ത് ഏറ്റവും മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച നിർണായകമായ രാഷ്ട്രീയ ശക്തി CPM ആണ്. CPMന്റെ സീറ്റ് 4 ആണെങ്കിലും CPMന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള സ്ഥാനം അതല്ല. ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളുടെ ഇടയിൽ മുൻനിരയിൽ വലിയ സ്ഥാനമാണ് CPMനുള്ളത്. ഇവിടെ നമ്മുടെ കേരളത്തിൽ പല രൂപത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ വിലയിരുത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏത് നിലപാട് ആണ് കേരളത്തിൽ ജനങ്ങൾക്കെതിരായി വന്നിട്ടുള്ളത്? ഏതെങ്കിലും പ്രശ്നം പറയാൻ കഴിയും? ഇവിടെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി ഉയർന്നു വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും, പൗരത്വ ഭേദഗതി ബിൽ ഉൾപ്പെടെ, ഏക സിവിൽ കോഡ് ഉൾപ്പെടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എല്ലാവരും നിശബ്ദത പാലിച്ചു. എല്ലാവരും പൗരത്വ ഭേദഗതി ബിൽ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പം ഇന്ത്യയിലുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ കുറ്റകരമായ നിശബ്ദത പാലിച്ചപ്പം അത് ഈ രാജ്യത്ത് നടപ്പാക്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത് കേരളത്തിലെ ഗവൺമെന്റാണ്, കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഈ കേരളത്തിലെ മത പണ്ഡിതന്മാർ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയിലാണ് വിശ്വാസമെന്ന് പരസ്യമായി പറഞ്ഞു. ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതിക്കുള്ള സമരത്തിന്റെ ആളിപ്പടർന്ന സമരങ്ങൾക്ക് തിരികൊളുത്തിയത് കേരള സംസ്ഥാനത്താണ്. ഏക സിവിൽ കോഡിനെതിരായി ഈ ഇന്ത്യയിൽ ആദ്യമായി ഒരു നിയമസഭ പ്രമേയം പാസാക്കിയത് കേരളത്തിലാണ്. ഇങ്ങനെ രാഷ്ട്രത്തിന്റെ അനുഭവം, മതന്യൂനപക്ഷങ്ങളുടെ അനുഭവം പരിശോധിച്ചാൽ ഇന്ത്യയിൽ മതനിരപേക്ഷതയ്ക്കെതിരായി നീങ്ങുന്ന കാവ്യ ഭീകരതയോട് തിരയടങ്ങാത്ത മനസ്സുമായി പൊരുതിയത് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. ഇനി ഈ ഗവൺമെന്റിനെ എങ്ങനെ വിമർശിക്കാൻ കഴിയും? കേരളത്തിലുള്ള ഓരോരുത്തരും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കട്ടെ. കേരളത്തിന്റെ ദേശീയപാത വികസനം ആർക്കും നിഷേധിക്കാൻ കഴിയും? കേരളത്തിന്റെ നാഷണൽ ഹൈവേ അതോറിറ്റി ആഫീസ് പൂട്ടി തിരിച്ചു പോയതാണ്. അവരെ തിരിച്ചു വിളിച്ച് മുഖ്യമന്ത്രി ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഭൂമിയുടെ വാല്യുവേഷൻ അനുസരിച്ചുള്ള വില ഗവൺമെന്റ് കൊടുക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് ചരിത്രത്തിലാദ്യമായി 5000 കോടി രൂപ കൊടുത്തിട്ടാണ് ഭൂമി വാങ്ങി ദേശീയപാത വികസനം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ വൈദ്യുതി പ്രശ്നം എങ്ങനെ പരിഹരിച്ചത്? കൂടംകുളം താപനിലയത്തിൽ നിന്ന് വൈദ്യുതി കൊണ്ടുവരാൻ വേണ്ടി അവിടെ കൊച്ചി ഇടമൺ പവർ ഹൈവേ പൂർത്തീകരിച്ചതാരാണ്? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉപേക്ഷിച്ച പദ്ധതിയാണ്. ആ പദ്ധതി പൂർത്തീകരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആർജവത്തിലാണ് പൂർത്തീകരിച്ചത്. ഇന്നത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ ഗെയിൽ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പൂർത്തീകരിച്ചാൽ ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു പൂച്ചെണ്ട് കൊടുക്കും. പൂർത്തീകരിച്ചു. മുഖ്യമന്ത്രിക്ക് പൂച്ചെണ്ട് കൊടുത്തില്ല. കേരളത്തിൽ എവിടെയൊക്കെയായിരുന്നു UDF സമരം? ഈ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരിയിൽ ജമാഅത്ത് ഇസ്ലാമിയും SDPയും RSSും കോൺഗ്രസും BJPയും ലീഗും ഒന്നിച്ച് സമരം നടത്തിയില്ലേ? ഞങ്ങളുടെ ശരീരത്തിലൂടെ മാത്രമേ പൈപ്പ് ലൈൻ പോകൂ എന്ന് പരസ്യമായി സമരം ഉദ്ഘാടനം ചെയ്ത് മുരളീധരൻ പ്രസംഗിച്ചില്ലേ? ഈ കേരളം കണ്ടതല്ലേ? അതിനുശേഷം എന്താണ്? ഈ കേരളത്തിൽ ഒരു ഭവന പദ്ധതി UDFന്റെ കാലത്തുണ്ടായിരുന്നോ? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഉമ്മൻചാണ്ടി ഭരണകാലത്ത് 2011 മുതൽ 16 വരെ ഒരു ഭവന പദ്ധതി ഉണ്ടെന്ന് പറയാൻ കഴിയും? പറയാൻ സാധിക്കില്ല. പക്ഷേ ലൈഫ് ഭവന പദ്ധതി കേരളത്തിൽ കൊണ്ടുവന്നു. 4 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് കൊടുത്തു. ഇനിയും വീട് കിട്ടാനുള്ള കുടുംബങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ബാക്കി കുടുംബങ്ങൾക്ക് വീട് കൊടുക്കാനുള്ള പദ്ധതി ഗവൺമെന്റ് ആലോചിക്കുന്നു. എന്താണ് കേരളത്തിന്റെ പെൻഷന്റെ ചരിത്രം? 980 ആരംഭിച്ച പെൻഷൻ 45 രൂപയായിരുന്നു. 45 രൂപ പെൻഷൻ 400 രൂപയാകാൻ 36 കൊല്ലം എടുത്തു. 36 കൊല്ലം കൊണ്ടാണ് 400 രൂപയായത്. പക്ഷെ അത് 1600 രൂപയാകാൻ 5 വർഷം എടുത്തു.
ആ 5 വർഷം കൊണ്ട് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കൊടുത്ത പെൻഷൻ എത്രയാണ്? 65,000 കോടിയാണ്. 65,000 കോടി 62 ലക്ഷം കുടുംബങ്ങൾക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിന് വീട്ടിൽ ക്ഷേമ പെൻഷനായി കൊടുത്ത് ഇന്ത്യയിലെ ഏക ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. ഈ ഗവൺമെൻറ് ഒരു മാസം പെൻഷൻ കൊടുക്കാൻ 987 കോടി വേണം. 11,400 കോടി ഉണ്ടെങ്കിൽ ഒരു വർഷം പെൻഷൻ കൊടുക്കാൻ പറ്റും. കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ എത്രയോ ഇരട്ടി ക്ഷേമ പെൻഷനായി ഗവൺമെൻറ് കൊടുക്കുകയാണ്. ഈ ഗവൺമെൻറ്റാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് തീരുമാനിച്ചത് കേരളത്തിലെ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റണം. അതിൻ്റെ ഭാഗമായി അതിദരിദ്രരുടെ സർവേ നടത്തി 6,041 പേർ കേരളത്തിൽ അതിദരിദ്രരുണ്ടെന്ന് കണ്ടെത്തി. അവർക്ക് ഓരോരുത്തരുടെയും പേരിൽ പ്രത്യേക പ്രോജക്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു കേരളത്തിൽ ഈ ദരിദ്രരുടെ പട്ടികയിലുള്ളത് 42,000 ആളുകൾ മാനസിക രോഗികളാണ്. ആ മാനസിക രോഗികളെ ചികിത്സിക്കാനും ഭക്ഷണം കൊടുക്കാനും പരിചരിക്കാനും സ്ഥലം കൊടുക്കാനും വീട് കൊടുക്കാനും അവരെ മനുഷ്യരായി ജീവിതത്തിലേക്ക് തിരിച്ചുപിടിക്കാൻ പ്രസവിച്ച അമ്മ പോലും ഉപേക്ഷിച്ച് തെരുവിലെ ഓടയുന്ന വെള്ളവും അതുപോലെ മാലിന്യക്കൂമ്പാരുന്ന ഭക്ഷണവും കഴിക്കുന്ന ഈ മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരിച്ചുപിടിക്കാൻ ഒരു പദ്ധതി കേരളത്തിലെ ഗവൺമെൻറ് ഉണ്ടാക്കി. ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയ പദ്ധതികൾ ആർക്കും നിഷേധിക്കാൻ കഴിയും. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു കാലത്ത് അവിടുത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ വിളിച്ച മുദ്രാവാക്യം ആശുപത്രിയിൽ ആവശ്യമായ മരുന്ന്, ആശുപത്രിയിൽ എല്ലാ ദിവസവും ഡോക്ടർ, മേൽക്കൂരുള്ള ഒരു ആശുപത്രി. ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ് ആശുപത്രികളിൽ നിന്ന് സഞ്ചരിച്ചാൽ ഒരു പഞ്ചായത്തിലെ ആശുപത്രിയിൽ 5-6 ഡോക്ടർമാർ, സ്റ്റാഫ് നഴ്സ്, ലാബ് ടെക്നീഷ്യൻ, ആംബുലൻസ്, പാലിയേറ്റീവ് സംവിധാനം, എന്തെല്ലാം സംവിധാനങ്ങളാണ്. പിണറായി സർക്കാരിൻ്റെ ഈ 8 വർഷക്കാലം കൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ലോകോത്തര നിലവാരത്തിലേക്ക് വളരുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നു. ഈ വളർച്ച കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ ലോകത്തെ അറിയിക്കുന്നുണ്ടോ? കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ചിത്രം എന്താണ്? അമ്പരചുംബികളായിട്ടുള്ള നമ്മുടെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തുനിന്ന് ലക്ഷക്കണക്കിന് കുട്ടികൾ പൊതുവിദ്യാഭ്യാസത്തിലെത്തുന്നു. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രത്യേക യജ്ഞം, അതിൻ്റെ ഭാഗമായി അക്കാദമിക മേഖലയിൽ, ഭൗതിക മേഖലയിൽ വിദ്യാഭ്യാസം ആർജിച്ച നാട്ടുകൾ, ഇതൊന്നും ചെറുതല്ല. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെന്റിനെ വേട്ടയാടിപ്പിടിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നു. അതിനെ വേട്ടയാടിപ്പിടിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പം 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ പരാജയം, ആ പരാജയം ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ അവസാനിച്ചു എന്ന് വിശേഷിപ്പിക്കുന്നു. നേതൃത്വത്തിൻ്റെ ഭാഗത്തുള്ള വീഴ്ചയാണ് യഥാർത്ഥത്തിൽ ഈ പരാജയത്തിന് കാരണമെന്ന് പറയുന്നു. ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ്. ഏത് നേതാവിനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത്? കേരളത്തിൻ്റെ ചരിത്രം എന്താണ്? കേരളത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് കേരളത്തിലെ മണ്ണിൽ പണിയെടുക്കുന്ന കുടിയാന്മാരും ജന്മിമാരും തമ്മിൽ ഏറ്റുമുട്ടി ഒഴിവുകാണുകളെ പോലെ ജീവിച്ച മനുഷ്യനെ മനുഷ്യനാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ തീ പടർത്തുന്ന സമരങ്ങളാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അടിത്തറ. ഏതെങ്കിലും ഭരണവിലാസമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അടിത്തറ. ഈ കേരളത്തിൽ ജന്മിനാട് വാഴ്ത്തത്തെ കുടിച്ചുമൂടി എല്ലാ മനുഷ്യർക്കും തുല്യമായി ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിക്കാൻ കേരളത്തിൽ എന്താണ്? നാടുവാഴ്ത്തം അവസാനിച്ചു, ഭൂപരിഷ്കരണം നടപ്പാക്കി, അധികാര വികേന്ദ്രീകരണം നടപ്പാക്കി, സമ്പൂർണ്ണ സാക്ഷരത നടപ്പാക്കി. ഇങ്ങനെ കേരളത്തിൽ നടപ്പാക്കിയ ഈ സാമൂഹിക പരിഷ്കാരങ്ങളുടെ ഭാഗമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കേരളം ഒന്നാമതായി നിൽക്കുന്നത്. ആ കേരളത്തെ ഒന്നാമതാക്കി കൊണ്ടുവന്നതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും പങ്ക് ആർക്കും നിഷേധിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവസാനിച്ചു, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നേതാക്കളുടെ വീഴ്ചയാണ് തോൽവിക്ക് കാരണം, അതുകൊണ്ട് നാളെ പാർട്ടിക്ക് ഭാവിയില്ല എന്നെല്ലാം കരുതുന്നവർ തെറ്റിദ്ധരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്, ആർക്കും ഉപേക്ഷിക്കാൻ കഴിയാത്തൊരു ശാസ്ത്രമാണ്. അത് അതിശക്തമായി തിരിച്ചു വരും. കാരണം എന്താണ്? അത് സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ്. പാർലമെന്ററി രാഷ്ട്രീയം മാത്രമല്ല CPIM കൈകാര്യം ചെയ്തത്. പാർലമെന്ററി സമരരൂപങ്ങളെ കൂട്ടിയിണക്കി തൊഴിലാളി വർഗ സർവാധിപത്യം സ്ഥാപിക്കാനുള്ള ലക്ഷ്യത്തിന് വേണ്ടിയാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ താൽക്കാലിക പരാജയമൊന്നും CPIMനെ ദോഷകരമായി ബാധിക്കില്ല. ഈ പരാജയത്തിൽ CPIMന്റെ പ്രവർത്തനത്തിലോ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലോ നേതാക്കളുടെ പ്രവർത്തനത്തിലോ സംഘടനാപരമായ വീഴ്ചയുണ്ടെങ്കിൽ പരാജയത്തിന്റെ കാരണം കണ്ടുപിടിച്ച് അത് തിരുത്തുകയും നാളെ വിജയമുണ്ടായാൽ വിജയത്തിൽ അഹങ്കരിക്കാതെ വിജയത്തിന്റെ കാരണം കണ്ടുപിടിച്ച് ശരിയായ ദിശയിൽ ഈ പാർട്ടി സഞ്ചരിക്കും എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമാണ്. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വിജയത്തെ ഒരു കാരണവശാലും ചെറുതായി കാണുന്നില്ല. അവിടെ UDFനുണ്ടായ വിജയത്തെ നമ്മൾ അംഗീകരിക്കുക. പക്ഷേ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ UDFും ഷാഫിയും വിതച്ചൊരു വിത്തുണ്ട്. ഇവിടെ നമ്മുടെ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ 1991 കോൺഗ്രസിനും BJPക്കും ലീഗിനും എല്ലാം കൂടി ഒരു സ്ഥാനാർത്ഥിയായിരുന്നു, അഡ്വക്കേറ്റ് രത്നസിംഗ്. അക്കാലത്ത് പോലും UDF ആ വിത്ത് വടകരയിൽ വിതച്ചിട്ടില്ല. കാരണം
ഈ വടകര എന്ന് പറയുന്നത് വലിയ ചരിത്രമുള്ള മണ്ണാണ്. ഇവിടെ ഒരു നിലവിളി കേട്ടാൽ ആ നിലവിളിക്കുന്നത് ഏത് മതക്കാരനാണെന്ന് നോക്കാൻ ആളുകൾ ഓടിക്കൂടും. വടിയിലൊരു മനുഷ്യൻ കുഴഞ്ഞു വീണാൽ അയാളെ എടുത്തുകൊണ്ടുപോകും. ഒരാൾക്ക് രക്തം കൊടുക്കേണ്ടി വന്നാൽ ഞരമ്പ് കുറിച്ച് രക്തം കൊടുക്കും. ജാതിയുടെയോ മതത്തിൻ്റെയോ ഒരു വേർതിരിവുമില്ലാതെ മതനിരപേക്ഷതയുടെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു പ്രദേശമായിരുന്നു വടകര. പക്ഷേ ഷാഫിയും UDF വടകരയിൽ വിതച്ചിട്ടുള്ള തീയും പുകയും അത്ര പെട്ടെന്ന് കെട്ടടങ്ങുന്നതല്ല. കാരണം ഇവിടെ ജയിക്കുന്നതിന് വേണ്ടി മതവർഗീയമായി ആളുകളെ ചേരിതിരിച്ച് മുസ്ലിം കുടുംബങ്ങളെ മാത്രം കേന്ദ്രീകരിപ്പിച്ചിട്ട് ഇത് നമ്മുടെ മതത്തിൻ്റെ സ്ഥാനാർത്ഥിയാണെന്ന് പ്രചരിപ്പിച്ച് ഒരു വല്ലാത്ത അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അന്തരീക്ഷത്തിനെതിരായി അന്തരീക്ഷത്തെ മാറ്റിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് മുമ്പേ തന്നെ CPIM പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര പ്രവർത്തനം ആരംഭിച്ചാലും യഥാർത്ഥത്തിൽ വടകരയിലൊരു മാനസികമായ ഒരു ചേരിതിരിവ് മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കാൻ UDFന്റെ പ്രചാരണത്തിന് ഷാഫിയുടെ പ്രവർത്തനത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഷാഫി ഒരു പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ ഇനി ഇവിടെ എത്ര പ്രവർത്തിച്ചാൽ എത്ര ഭൂരിപക്ഷം ഉണ്ടായാൽ ഷാഫിയെ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു പാർലമെന്റ് അംഗമെന്നതിനപ്പുറം ഒരു മതവർഗീയതയുടെ പ്രതിനിധിയായി കാണാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കും. കാരണം ആ തീയും പുകയുമാണ് ഇവിടെ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വിതച്ചത്. യഥാർത്ഥത്തിൽ ഓരോ മതനിരപേക്ഷവാദിയായ കോൺഗ്രസ്സുകാരനും മതനിരപേക്ഷവാദിയായിട്ടുള്ള മുസ്ലിം ലീഗുകാരനും ആലോചിക്കേണ്ടത് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഇത്തരം മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ടോ? കാരണം രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടി പിടിക്കാൻ അഴിച്ചുവിട്ട ആകാശം പോലെ RSS പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ RSSനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷം സ്വന്തം ചോരയും ജീവനും കൊടുക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു താൽക്കാലികമായ വിജയത്തിന് വേണ്ടി ഈ മാർഗം സ്വീകരിക്കേണ്ടതുണ്ടായിരുന്നോ എന്ന പരിശോധന അവർ നടത്തണം കൂടി അഭ്യർത്ഥിക്കുക.